ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏഷ്യയിലത്തെ ലാർജസ്റ്റ് പബ്ബായ ഒയയിലാണ് വന്നിരിക്കുന്നത്. ഇത് ബാംഗ്ലൂർ ഹെന്നൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. എന്തെങ്കിലും ഒരിക്കലും ബാംഗ്ലൂർ പോകുമ്പോൾ എനിക്ക് ഇവിടെ പോകണമെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കുറേ വ്ളോഗ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അധികം വ്ളോഗ്സിൽ ആരും ഇതിനെ ഭയങ്കരമായിട്ട് ഇടത്തേക്ക് ഞാൻ കണ്ടില്ല. പക്ഷേ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഇവിടെ കേട്ടോ. ഏഷ്യാസ് ലാർജസ്റ്റ് പബ്ബാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോകാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളതെന്നും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ടും എല്ലാം ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് ഇങ്ങനെ എൻട്രൻസ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടേക്ക് പോവാണ് കേട്ടോ നമ്മൾ. ഇവിടെ വാളറ്റ് പാർക്കിംഗ് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ റിസർവ് ചെയ്തില്ല എന്നെങ്കിൽ കൂടി നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ നമുക്ക് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇത് ഒയ എന്നല്ല ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്, OIA എന്നാണെന്നുണ്ടെങ്കിൽ കൂടിയും ഇത് പ്രൊനൗൺസ് ചെയ്യണത് എന്നാണ്, എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആണ് നമ്മൾ വന്നിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ടേബിളിൽ നമ്മുടെ ഏത് ടേബിളിലാണ് നമ്മൾ ഇരിക്കുന്നത് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത്. നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇനി പബ്ബിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് എന്ന് പറയുന്നത് ഒരു വില്ലേജാണ്. നമ്മളുടെ ഗ്രീസിലുള്ള ഒരു ടൈനി ആയിട്ടുള്ളൊരു വില്ലേജാണ്. ഗ്രീസിലെ സാന്റോറിനിയിലുള്ള ഒരു ടൈനി ആയിട്ടുള്ളൊരു വില്ലേജാണ് എന്ന് പറയുന്നത്. അതായത് OIA എന്നാണ് എന്നെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ചെറിയ, അതായത് 1500 പേര് മാത്രം ഉള്ള ഒരു ടൈനി വില്ലേജാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് അവർ ഈ ഒരു പബ്ബിന് അങ്ങനത്തെ ഒരു പേര് കൊടുത്തേക്കുന്നത്. ഇതിന് ആ ഒരു ഗ്രീക്ക് എസ്തെറ്റിക്സ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു സംഭവമാണ്. അതായത് വൈറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സിൽ ഒരു ബ്ലൂ ഡോം വരുന്നതാണ് അവിടുത്തെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവരിവിടെ ഭയങ്കരമായിട്ട് ഒരു ഗ്രീക്ക് സ്റ്റൈലും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഓരോ സംഭവങ്ങളും അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു ഗ്രീസിൻ്റെ ആ ഒരു ഭയങ്കര ഭംഗിയിലാണ് അവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇങ്ങനെ ഒരു പല ഇതിലായിട്ടാണ് അവരിങ്ങനെ സീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാടുണ്ട്. അതായത് ഒരു 1800 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും സീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്.
നമ്മളിവിടെ കാണാൻ വന്നത് ഡേ ടൈമിലായിരുന്നു. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആ ഒരു രാവിലത്തെ ടൈമിലും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഡേ ലൈറ്റ് ടൈമിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയം ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒപ്പം വരുമ്പോൾ നൈറ്റൊക്കെ വന്നിട്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ നൈറ്റ് വൈബും അതുപോലെ തന്നെ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ എങ്ങനെയായിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കും. നൈറ്റ് വൈബ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ വരുന്നത് നൈറ്റ് ടൈമിലായിരിക്കും. ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ആൾക്കാരും കുറവായിരുന്നുണ്ട്. മിക്കവരും ഫുഡ് കഴിക്കാനും അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. ആ ഒരു പബ്ബിൻ്റെ വൈബിലെല്ലാവരും ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് താഴെയാണ് സീറ്റ് കിട്ടിയതെങ്കിലും മുകളിലത്തെ സീറ്റ്സും അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിലത്തെ സീറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ഒന്ന് കണ്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വയറൊക്കെ നല്ല രീതിയിൽ കത്താൻ തുടങ്ങി. അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഫുഡായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു മട്ടൻ്റെ ഒരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീഫ് സ്റ്റേക്കും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. രണ്ടും നല്ലതായിരുന്നു, തെറ്റെന്നൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് വേറൊരു സംഭവം തോന്നിയത് ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ് ഭയങ്കര കുറവായിട്ട് തോന്നി. ഞാൻ വിചാരിച്ചു പബ്ബൊക്കെ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഭയങ്കരമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ റേറ്റൊക്കെ ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നി കേട്ടോ.
ഇവിടുത്തെ ബാർ കൗണ്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ബാർ കൗണ്ടർ ആയിരുന്നു. നമുക്ക് ചുമ്മാ നടന്ന് കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ബാംഗ്ലൂർ ഏരിയയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഈയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സ് ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ ബൈ.